അഡ്വക്കേറ്റ് ലാൽകുമാർ, വോട്ട് വെട്ടാൻ വന്ന അപേക്ഷകളുടെ ഫോൺ നമ്പറുകൾ, ഈ നമ്പറുകളൊന്നും ആ സംസ്ഥാനത്തിൽ അകത്തുനിന്നല്ല പുറത്തുനിന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഫോൺ നമ്പറുകളും വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു. ആ നമ്പറുകൾ ആരുടേതാണ്, എവിടെ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഈ പ്രക്രിയ തടസ്സപ്പെടുത്താൻ എവിടെ നിന്നാണ് ഇവർക്ക് OTP ലഭിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ അതിനെന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ലാത്തത്? അങ്ങനെയൊന്നും നടക്കില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? ഇവിടെ നോക്കൂ, ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ആ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും വലിയ വാല്യൂ എന്താണ്? അതിൻ്റെ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നൊരു കാര്യം, ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ചർച്ചയ്ക്ക് ഇതേ വിഷയത്തിലിരുന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, സുപ്രീം കോടതി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ആ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ടൈം ആൻഡ് അഗെയിൻ സുപ്രീം കോർട്ട് ഹാസ് സെഡ് ഇറ്റ്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റോള് വൃത്തിയായി ചെയ്യുന്നുണ്ടോ? അവിടെ ട്രസ്റ്റ് ഡെഫിസിറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളുടെ സാധാരണ മനുഷ്യൻ്റെ ഒരു ചിന്തയ്ക്ക് ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് വന്നിട്ടുണ്ട്. ആ ട്രസ്റ്റ് ഫാക്ടർ അവർക്ക് അപ്ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷന് പറ്റുന്നില്ല. ഇപ്പം ഈ പറയുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ ഇറേസ് ചെയ്ത് കളയാൻ പറ്റത്തില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. ശരി, എന്തുകൊണ്ട് പറ്റത്തില്ല, അതെന്തുകൊണ്ട് സാധിക്കത്തില്ല എന്നുള്ളതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ വേണ്ടേ നമുക്ക്? ഈ പറയുന്ന ആൾക്കാരുടെ പേര് മറ്റു രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ അഡ്രസ്സിൻ്റെ കാര്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അവരൊരു എക്സ്പ്ലനേഷൻ തന്നതായിരുന്നു, നമുക്കതങ്ങ് എടുക്കാം, പോട്ടെ. അച്ഛൻ്റെ അമ്മയുടെ പേരിൻ്റെ കാര്യത്തിൽ എക്സ്പ്ലനേഷൻ ഉണ്ടോ? ഇല്ല. ഈ പറയുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എക്സ്പ്ലനേഷൻ ഉണ്ടോ? ഇല്ല. ഒരുപാട് പേരുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്ന 36 സെക്കൻഡ് കൊണ്ടങ്ങാണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതിന് മറുപടി ഉണ്ടോ? ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് മറുപടി പറയാതിരിക്കുന്നിടത്തോളം കാലം ആ ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇൻക്രീസ് ചെയ്യത്തേ ഉള്ളൂ. അതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ ഈ പറയുന്ന ഈ ചുമ്മാതുള്ള മിയർ എക്സ്ക്യൂസസ് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കണ്ടക്ട് അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. എനിക്കിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തോട് എനിക്ക് വിശ്വാസമില്ല. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ പറ്റുക? കാര്യം എൻ്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനകത്ത് വരുന്നൊരു കാര്യമാണ്, ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തികളുടെ ഭാഗം ശരിയല്ല, കൺവിൻസിംഗ് ആയിട്ട് എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ്? രാഹുൽ ഗാന്ധി മാത്രമാണോ? ഞാൻ മാത്രമാണോ പറഞ്ഞത്? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പാനലിൽ ഇരിക്കുന്നവർ മാത്രമാണോ പറഞ്ഞത്? അല്ല, മുൻ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. കരൺ താപ്പറിന് കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് മുൻ ഇലക്ഷൻ കമ്മീഷന്മാർ 2 പേര് പറഞ്ഞിട്ടുണ്ട്, കൺവിൻസിംഗ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസും പരാജയപ്പെട്ടു. ആ പറയുന്ന അവർക്ക് തോന്നുന്നുണ്ടല്ലേ ഇത് പറയുന്നത്? ആ തോന്നൽ മാറ്റാനുള്ള പ്രവൃത്തി നിങ്ങൾ ചെയ്യാത്ത പക്ഷം നിങ്ങളെ സംശയത്തിന്റെ നിഴലിൽ തന്നെ നിർത്തും. അതിപ്പം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധി വളരെ കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു കാര്യം നമ്മളോട് പറയുന്നു. അതിന് BJPയുടെ പ്രതിനിധി എന്താ പറഞ്ഞേ? ഇത് ബംഗ്ലാദേശിനെ പോലെ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ പോലെ അട്ടിമറിച്ച് അധികാരത്തിലേക്ക് വരാൻ നോക്കൂ. അട്ടിമറിച്ച് അധികാരത്തിൽ വരാൻ ആരാണ് ഇവിടെ ശ്രമിക്കുന്നത് എന്നുള്ളതാണല്ലോ ചോദ്യം. സാധാരണ ഡെമോക്രാറ്റിക് എക്സസൈസ്, വോട്ട് ചെയ്യുന്ന ഡെമോക്രാറ്റിക് എക്സസൈസിനെ ഒരു ഒരു സാബട്ടാഷ് നടത്തി നിങ്ങൾ ഇതിൽ ഓഫീസ് ഒക്യുപ്പൈ ചെയ്യാൻ ചെയ്യുന്നുണ്ടോ, ആരേലും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ആരും ചെയ്യാൻ പാടില്ല. കോൺഗ്രസ് ചെയ്യാൻ പാടില്ല, CPM ചെയ്യാൻ പാടില്ല, BJP ചെയ്യാൻ പാടില്ല, ആരും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സിസ്റ്റമിക് ഇഷ്യൂ അവിടെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അതിപ്പോൾ കോൺഗ്രസ് ഈ വോട്ട് ആഡ് ചെയ്തിരിക്കുന്നിരിക്കട്ടെ, ഇപ്പം ആരുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ, അത് നോക്കണമെന്നല്ലേ അദ്ദേഹം പറയുന്നത്? അത് നോക്കണം എന്ന് പറയുമ്പം ഇലക്ഷൻ കമ്മീഷന് എന്താ അത് ബുദ്ധിമുട്ട്? പെട്ടെന്നൊരു ബ്ലാങ്കറ്റ് ബോംബിങ് അവർ നടത്തും. അവർ വന്നിട്ട് പെട്ടെന്ന് പറയും അങ്ങനൊരു സംഭവം ഇല്ല. ഇതിനെക്കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ, ഇതിൻ്റെ ഒരു ബേസിക് ഫാക്ട്സ് അറിയാതെ, ഇതിനെക്കുറിച്ച് അപ്പുറത്ത് നിൽക്കുന്ന ആൾ പറയുന്നത് ശ്രദ്ധിക്കാതെ, കേൾക്കാതെ, അതിനെക്കാട്ടിൽ മുമ്പിൽ ഈ BJPയുടെ പ്രതിനിധി വന്നിരുന്ന് പറയുന്നത് പോലെ BJPയുടെ പ്രതിനിധി അത് പറയും. കാര്യം എന്താ? BJPയുടെ പ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ എതിർക്കുക എന്നുള്ള ജോലി അല്ലേ? അത് അങ്ങനൊരു പൊസിഷൻ അവരെടുക്കുക. അങ്ങനെ പറയുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞെന്താ? കോൺഗ്രസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ പ്രശ്നം അതല്ലല്ലോ. നിങ്ങളോട് നമുക്ക് ചോദ്യമില്ലല്ലോ. മോദി ഇത് അട്ടിമറിച്ചോ എന്നുള്ള ചോദ്യം നമുക്കില്ലല്ലോ. BJP അതുവഴി അധികാരത്തിലെത്തിയോ എന്നുള്ള ചോദ്യം ഇപ്പം ഇല്ലല്ലോ. ചോദ്യം ഇലക്ഷൻ കമ്മീഷനോടാണ്. ഇത് ആരേലും ചെയ്തിട്ടുണ്ടോ? ഈ പറയുന്ന ബോഗസ് വോട്ടിംഗ് വന്നിട്ടുണ്ടോ? ഇലക്ഷൻ കമ്മീഷന്റെ ഈ പറയുന്ന ഇലക്ട്രൽ ലിസ്റ്റിനകത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ABCD അച്ഛൻ്റെ അമ്മയുടെ പേര് വരാൻ പറ്റുമോ? ഇതിന്റെ എക്സ്പ്ലനേഷൻ തന്നാൽ മതി. ബാക്കി നറേറ്റീവ് ഈ പറയുന്ന അതിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് അല്ലേ? അപ്പൊ കൺവിൻസിംഗ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരാൻ ഇവർക്ക് ഒരു കാരണവശാലും പറ്റുന്നില്ല. പറ്റുന്നുണ്ടെന്ന് ഇവർ ധരിക്കുന്നതാണ്. വളരെ വീക്കാണ്. നമുക്ക് നോക്കൂ, സ്മൃതി ഒരു കാര്യം ആലോചിക്കണം. രാജ്യത്തെ ഏറ്റവും വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്
കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇലക്ഷൻ കമ്മീഷൻ. ഒരു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം പോയില്ലേ. അപ്പം വിമർശിക്കുന്നവൻ അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുന്നു. നോക്കൂ, നമ്മുടെ നാട്ടിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗാർഡിയനായിട്ട് കരുതുന്ന സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയെ വിമർശിച്ച ആൾക്കാർ സംസാരിക്കുന്നില്ലേ? ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതും. ആൾക്കാർ സുപ്രീം കോടതി ശരിയല്ല ചെയ്തത്, അല്ലെങ്കിൽ ഹൈക്കോടതി ചെയ്തത് ശരിയല്ല, ഈ ജഡ്ജി ചെയ്തത് ശരിയല്ല, എത്രയോ വിമർശനങ്ങൾ വരുന്നു. ഉടനെ മോശമാക്കുക, അത് ആ ഇൻസ്റ്റിറ്റ്യൂഷനെ മോശമാക്കുക എന്നുള്ളത് മാത്രമാണോ? അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവർക്ക് മറുപടി പറയാനൊരു സ്കോപ്പുണ്ട്. ആ മറുപടി പറയാനുള്ള സ്കോപ്പിന് അവർ കൃത്യമായിട്ട് പറയുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പെഷ്യൽ ലീവ് പെറ്റീഷനകത്ത് ഇതുണ്ടായിരുന്നല്ലോ, യോഗേന്ദ്ര യാദവ് അവിടെ ആളെ കൊണ്ടുവന്നല്ലോ, മരിച്ചുപോയി എന്ന് ബീഹാറിൽ ഇവർ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ, BJP പറഞ്ഞതല്ല, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ ആളെ അദ്ദേഹം ആ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. യോഗേന്ദ്ര യാദവ് അടിപൊളിയായി വാദിച്ചു എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു. ഈ മരിച്ചുപോയ ആളെ കൊണ്ടുവന്നു. അപ്പം സുപ്രീം കോടതിക്ക് അത് കൺവിൻസ്ഡ് ആയിരുന്നു ആ വിഷയത്തിൽ. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം രാഹുൽ ഗാന്ധി പറയുന്നത് വെദർ യു ഷുഡ് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ല, അദ്ദേഹം പറയുന്നത് ഗൗരവമുള്ളൊരു വിഷയമാണ്, വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാനും അല്ലെങ്കിൽ ഈ പറയുന്ന അധികാരം പിടിക്കാനോ ആണെന്നുള്ള നറേറ്റീവിന്റെ പ്രശ്നം എന്നറിയോ? അതാണ് ഇവർ ഡെസ്പറേറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇവരുടെ ഡെസ്പറേഷൻ കൊണ്ടാണ് ഇത് പറയുന്നത്. കാര്യം ഒരു പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ പ്രശ്നം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറയുന്നത് എന്ത് ലോജിക്കാവുള്ളേ? രാഷ്ട്രീയ നേട്ടത്തിനും കൂടെ ആണെന്നേ. കാര്യം നമ്മൾ അങ്ങനെ തന്നെ എടുത്തോ. ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ വേണേ പറയാം. നമ്മൾ കഷ്ടപ്പെട്ട് ആൾക്കാരെ കൺവിൻസ് ചെയ്ത് ഇവർ ചെയ്യുന്ന തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ഇവരെ തോപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ വേറൊരു രീതിയിൽ ഒരു ഇടപെടിയിൽ നടക്കുന്നുണ്ട് എങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ട വിഷയമല്ലേ? ഇപ്പൊ ഈ പറഞ്ഞു ഇത് മൊത്തം ഒന്ന് പരിശോധിക്കുന്നതിനും ഈ പറയുന്ന തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിനും ഇലക്ഷൻ കമ്മീഷൻ എന്താ പ്രശ്നം? BJPക്ക് എന്താ പ്രശ്നം? BJPക്ക് പ്രശ്നം വരേണ്ട കാര്യമില്ല. അവർക്ക് ന്യായമായിട്ട് വോട്ട് ചെയ്ത ആൾക്കാരല്ലേ ഉള്ളത്. 85 പേര് 87 പേര് ഒരു വീട്ടിലുണ്ടെന്ന് റിപ്പോർട്ടർ ചാനൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തു. അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിന് എന്താ പ്രശ്നം? BJPക്ക് എന്താ പ്രശ്നം? അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവർക്ക് ആർക്കും ഇതിനകത്തൊരു താല്പര്യമില്ല. അങ്ങനെ താല്പര്യമില്ലാതെ ഒരു ലാക്ലെസ്റ്റർ അപ്രോച്ചോടുകൂടി നിങ്ങളുടെ പ്രതികരണം വരുവാണെങ്കിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടാവും. ആ ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടാകുന്ന വിഷയത്തിൽ പിന്നെ നമ്മൾ നിങ്ങളെ സംശയിക്കുന്നു. ഇലക്ഷൻ കമ്മീഷനെ കോർണർ ചെയ്യാനും ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനെ നശിപ്പിക്കാനും ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാര്യം ആ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെമോക്രാറ്റിക് വാല്യൂസിനെ, ഈ പറയുന്ന ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്ന വാല്യൂസിനെ അപ്ഹോൾഡ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അല്ലേ? ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു, ഇതിനെ ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇല്ലാതെ നിങ്ങൾ വീണ്ടും ഈ പറയുന്ന എളിഭ്യരായി തലതാത്തി നിൽക്കുകയാണെങ്കിൽ ചോദ്യം വീണ്ടും വന്നുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഹൈഡ്രജൻ ബോംബ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ഈ പറയുന്ന വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി കണ്ടെത്തി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ ഇപ്പൊ നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തോട് ഏതെങ്കിലും ഘട്ടത്തിൽ എനിക്ക് യോജിപ്പുണ്ടോ? ഇല്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമ്മൾ മാന്യമായിട്ട് എടുക്കണം. ഹൈഡ്രജൻ ബോംബ് വരാനുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിലും വലുത് വരാനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അത് വരാൻ ആ പറയുന്നതിന് അതൊന്ന് പരിഹരിക്കണമെന്നും ഇനിയും വരാനുള്ളിടത്തും ഇളിഭ്യരാകരുത് എന്ന് ഇലക്ഷൻ കമ്മീഷൻ എന്നാ ഇല്ലാത്ത? അപ്പൊ ഹൈഡ്രജൻ ബോംബ് വരട്ടെ, അതും കൂടെ നമുക്ക് മാനേജ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുക അല്ലേ? അത് പൊട്ടിച്ചിട്ട് അതിനെ രാഷ്ട്രീയമായിട്ട് മാനേജ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയല്ലേ ഇപ്പൊ ചെയ്യുന്നേ? അങ്ങനാണോ അത് ചെയ്യേണ്ടത്? ഈ പറയുന്ന എന്താണ് നമുക്ക് കറക്റ്റ് മെഷേഴ്സ് എടുക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നതിന് പകരം ഹൈഡ്രജൻ ബോംബ് വരട്ടെ, അത് പൊട്ടിച്ചിട്ട് ബാക്കി അതിന് കുഴപ്പമില്ലെങ്കിൽ ബാക്കി നമ്മൾ ആലോചിക്കാമെന്ന് പറഞ്ഞ പരിപാടിയാണ് നടത്തുന്നത്. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നത്, എൻ്റെ വിശ്വാസം, ഞാൻ ഈ ജനങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ വിശ്വാസം നശിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമാണ് എന്ന് പറയുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷൻ ജനങ്ങളോട് സംസാരിക്കുമ്പം ആ ജനങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്, അത് കേൾക്കുന്നവരുടെ കുഴപ്പമല്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.